ഹായ് മകളെ, ആരാ പറഞ്ഞത് +1 മാത്സ് എളുപ്പമാണെന്നല്ലേ? പല കുട്ടികൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഫിസിക്സിനേക്കാൾ കെമിസ്ട്രിയേക്കാൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, സാർ അത് സത്യമല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്രാവശ്യത്തെ ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് വന്നത്. എന്നാൽ കൃത്യമായിട്ട് കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാം എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ചില ആളുകൾക്ക് ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയ കുട്ടികൾക്ക് ഒരു പക്ഷേ അത്ര ഈസി ആയിട്ടായിരിക്കില്ല മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ മാരത്തോണുകളും സൂപ്പർ 60യും മോർണിംഗ് ലൈവുകളൊക്കെ കണ്ട കുട്ടികൾക്ക് എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ അതേ മോഡൽ ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമാണ് ഈ കാണുന്ന ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ, അത് മാത്രമാണ് കുറച്ചൊരു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യനോ ലിമിറ്റ്സിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്. അതും ടെക്സ്റ്റ് ബുക്കുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമാണ്, പക്ക കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രത്യേകിച്ച് സ്ട്രൈറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച കുട്ടികൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് സ്ട്രൈറ്റ് ലൈൻസ് എന്നില്ല, ഒട്ടുമിക്ക ചാപ്റ്ററുകളുടെയും ചോദ്യങ്ങളും പാറ്റേണും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ചാപ്റ്ററുകളുടെ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, സാർ എങ്ങനെയാണ് ആ കോൺസെപ്റ്റുകളൊക്കെ എനിക്ക് പഠിക്കുക, ഇനി ക്ലാസ്സുകളൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. സൈലം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. കൃത്യമായിട്ട് എല്ലാ ചാപ്റ്ററിലെയും കോൺസെപ്റ്റുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പബ്ലിക് എക്സാമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. മറ്റൊന്നും ആലോചിക്കേണ്ട, നിങ്ങൾ ഈ പബ്ലിക് എക്സാമിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി ഈ വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് ഗ്യാപ്പുകൾ പല എക്സാമുകൾക്കും ഉണ്ടെങ്കിൽ പോലും പല ആളുകളും വിചാരിക്കുന്ന ആ ഗ്യാപ്പിൽ മാത്രം പഠിക്കാൻ എന്നാണ്. പക്ഷേ നിങ്ങളോട് പറയുന്നത് അങ്ങനെയല്ല. ഈ പബ്ലിക് എക്സാമിൻ്റെ ഒരുപക്ഷേ നിങ്ങൾ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിങ്ങൾ റെസ്റ്റ് എടുത്താലും നാളെ മുതൽ വീണ്ടും ട്രാക്കിലേക്ക് വരിക. നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനുള്ള സ്റ്റഡി പ്ലാനുമായിട്ട് വരുന്നുണ്ട്. ഡേറ്റൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ചോദ്യങ്ങൾ അപ്ലിക്കബിൾ ലെവൽ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസുകൾ, നമ്മൾ പറയുന്ന കോൺസെപ്റ്റുകൾ എല്ലാം കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് A+ കിട്ടുക തന്നെ ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇറ്റ്സ് മീ ഷാഹിദ് ഫ്രം സാപ്രസ് ലേണിംഗ്. ബൈ.